എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പനാവട്ടെ തിരികെ ഇപ്പൊ ചുന്ദരിപ്പെണ്ണിനെ കാണാനായി ഗ്രാമത്തിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കുട്ടപ്പന് മനസ്സിലാവും അവിടെ എന്തോ പ്രശ്നമുണ്ട്. അവര് പരസ്പരം എന്തൊക്കെയോ കാര്യങ്ങള് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ള ജനങ്ങള് എന്തൊക്കെയോ കാര്യങ്ങൾ മറക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കട്ട് ചെയ്താ ഇവിടെ ചുന്ദരി അവൾ അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. അങ്കിള് പറയും, നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിനക്കിപ്പോ നല്ല ക്ഷീണമുണ്ട്. കുറച്ചു നേരം നീ വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഇപ്പൊ അവളുമായി വീട്ടിലേക്ക് നടക്കും. അപ്പൊ ജനങ്ങൾ വീണ്ടും എന്തൊക്കെയോ ചില കാര്യങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുപിറുക്കും. അവൾ അങ്കിളിനോട് പറയും, ഞാൻ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ലായിരുന്നു അല്ലേ? അതിനങ്കിള് കാഷ്വൽ ആയിട്ട് പറയും, അങ്ങനെയൊന്നുമില്ല, ഇത് നിന്റെ വീടാണ്, നീ ഇവിടെ തന്നെയാണ് താമസിക്കേണ്ടതെന്ന് പറഞ്ഞ് അവളെ വീടിനകത്താക്കി ആള് ഡോറ് വലിച്ചടയ്ക്കും. അപ്പൊ മുറിയുടെ ഉള്ളിൽ നിന്ന് ശബ്ദം ഒരുപാട് കേട്ട് അവൾ അകത്തേക്ക് കയറി ചെല്ലും. അവൾ ആരാണ് ചോദിക്കും. അപ്പോ ആ 4 പേര് അവരിപ്പോ അവളുടെ അടുത്തേക്ക് വരും. അവരെ കണ്ട ഉടൻ അവള് ഷോക്കാവും. നിങ്ങളല്ലേ ഞങ്ങളെ ഫോളോ ചെയ്തത്. അവൾ ഉടനെ ആ ഡോർ പിടിച്ചു വലിക്കും. പക്ഷെ അപ്പോഴേക്കും അങ്കിൾ അത് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടാവും. വില്ലന്മാര് പറയും, നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല, നിന്റെ കയ്യിലുള്ള ആ ഫോർബിഡൻ ജിപ്സു അത് ഞങ്ങൾക്ക് തിരികെ തന്നാൽ മാത്രം മതി. പക്ഷെ അതവൾ കൊടുക്കില്ല. ആ വില്ലനാവട്ടെ ഇപ്പൊ ജിപ്സു ഉപയോഗിച്ച് അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിലൊരു വില്ലൻ അവൻ മണ്ണായി മാറി ഇപ്പൊ അവൾ അങ്ങനെ മടക്കി ലോക്ക് ചെയ്യും. അവളുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ക്രോള് അവര് വലിച്ചൂരിയെടുക്കും. അത് കിട്ടിയ ഉടനെ അവനത് മെയിൻ വില്ലൻ ഇട്ടു കൊടുക്കും. അവൻ ഉടനെ അത് ഓപ്പൺ ചെയ്യും. പക്ഷെ അത് ഫോർബിഡൻ ജിപ്സു അല്ല, അതൊരു ബോംബാണ്. അതങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. ആ ഗ്യാപ്പിൽ ചുന്ദരി അവൾ ഇറങ്ങി ഓടാണ്. അവര് ചിരിക്കും, ഇത് ഞങ്ങളുടെ കോട്ടയാണ്, ഇവിടെ നിന്ന് നിന്നെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അവരവളുടെ പിന്നാലെ തന്നെ എത്തി. ഇപ്പൊ ഒരുപാട് ഷൂരിങ്കൻ അവൾക്ക് നേരെ വലിച്ചെറിയും. അവള് വിടില്ല. അവള് വാട്ടർ ജിപ്സ് ഉപയോഗിച്ച് അവരെ റെസിസ്റ്റ് ചെയ്യും. ഒരുപാട് നേരത്തെ ഫൈറ്റിനൊടുവില് അവസാനം അവരവളെ കീഴ്പ്പെടുത്തും. അവര് പറയും, നീ വെറും ഒരു പെണ്ണാണ്, നീ ജിപ്സു ഉപയോഗിച്ച് ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കൂ അല്ലേടി? നിനക്ക് ജീവൻ വേണമെങ്കിൽ ആ ഫോർബിഡൻ ജിപ്സു അതിപ്പോ തന്നെ ഞങ്ങൾക്ക് താ. അതിന് അവള് പറയും, എന്നെ കൊന്നാലും ആ ഒരു ജിപ്സു അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അത് കേട്ട് കാലി കയറി ഒരുത്തൻ അവളെ പിടിച്ചു വലിച്ച് ഒരു കത്തിയെടുത്ത് അവളുടെ കഴുത്തിൽ വെക്കും. അപ്പൊ അതേ സമയത്ത് വീഴാണ് അവന്റെ തലയ്ക്കൊരടി. ആരാണ് നോക്കിയ സാക്ഷാൽ നമ്മുടെ ചുന്ദരൻ. അവനെ കാണുമ്പോ തന്നെ ഇപ്പൊ നമ്മുടെ പെങ്കൊച്ചിന് അവൾക്ക് ഒരുപാട് സന്തോഷാവും. വില്ലന്മാർ ചോദിക്കും, നീ ഇതുവരെ ചത്തില്ലേ? നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടി രക്ഷപ്പെട്ടോ. അതിനവൻ പറയും, നിങ്ങളൊന്നും എനിക്കൊരു എര പോലും അല്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഇതൊക്കെ ഫിനിഷ് ചെയ്ത് എനിക്ക് അവളെ സേവ് ചെയ്യണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പൻ അവൻ ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞു. അവൻ അവളുടെ അങ്കിളിനോട് അവൾക്ക് എന്തു പറ്റി എന്നൊക്കെ ചോദിച്ചു കൊണ്ടേയിരിക്കും. കുട്ടപ്പൻ അവന്റെ ഷർട്ടെ പിടിച്ച് വലിക്കും. സത്യം പറ, എന്താ ഉണ്ടായേ? അതിന് അങ്കിള് പറയും, അയ്യോ ഇല്ല, എനിക്കൊന്നും അറിയില്ല. അവളുടെ വീട്ടില് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി, പിന്നീട് അവളെ കണ്ടിട്ടില്ല. അതിന് കുട്ടപ്പൻ, അവളെ തീർച്ചയായിട്ടും ഞാൻ തന്നെ കണ്ടുപിടിക്കും. അവള് പോകാനിടയുള്ള സ്ഥലങ്ങള് അതെവിടെയാണെന്ന് ചോദിക്കുമ്പോ അതേ സമയത്ത് ഇപ്പൊ അവിടേക്ക് യാമട്ടോ സെൻസായി വരും. കുട്ടപ്പൻ ഷോക്കായിട്ട്, മാസ്റ്റർ നിങ്ങളെന്താ ഇപ്പൊ തിരിച്ചു വന്നേ? അതിന് യാമട്ടോ പറയും, എനിക്കും ചില കാര്യങ്ങളില് സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിന്റെ പിന്നാലെ തന്നെ ഞങ്ങളും ഇവിടേക്ക് എത്തിയത്. സമയം കളയാനില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അവരന്വേഷിക്കാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ ചുന്ദരി പെണ്ണിനെ ഇപ്പൊ ചുന്ദരൻ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അവനുടനെ അവന്റെ ട്യൂബ് എടുത്ത് ഒരുപാട് ബബിൾസ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ ശ്രദ്ധ തെറ്റിച്ച് അവരെ വെട്ടിത്തിരിപ്പിച്ച് അവളുമായിട്ട് അവിടുന്ന് ഓടും. പക്ഷെ അവര് വിടില്ല. അവരുടെ പിന്നാലെ തന്നെ ഇപ്പൊ വില്ലന്മാരും ഉഷാറായിട്ട് ഓടുകയാണ്. വില്ലന്മാർ അവർക്ക് നേരെ ഇപ്പൊ പേപ്പർ ബോംബൊക്കെ വലിച്ചെറിയും. പക്ഷെ അവിടെ നിന്നും അതിസാഹസികമായി നമ്മുടെ ആൾക്കാർ രക്ഷപ്പെടും. അപ്പൊ ആ മെയിൻ വില്ലൻ അവൻ അവിടേക്ക് വരും. അവനൊരു ബുക്ക് എടുത്ത് ഇപ്പൊ വില്ലന്മാരുടെ കയ്യിൽ കൊടുക്കും. ആക്ച്വലി നമ്മുടെ ചുന്ദരൻ ചെക്കനും ഒരു ബൗണ്ടിയാണ്. അവന്റെ തലയ്ക്ക് 50 മില്യൺ വിലയുണ്ട്. അത് കണ്ടവര് ഹാപ്പി ആവും. ആ പെണ്ണിനെ തല്ലിക്കൊന്ന് അവനെ വിറ്റ് നമുക്ക് കാശാക്കാന്ന് പറയുമ്പോ അതിനവരുടെ ബോസ് പറയും, മണ്ടത്തരം പറയാതെ അവനെ അത്ര എളുപ്പത്തില് നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനും ടീംസും അവളെ അന്വേഷിച്ച് കാടിലൂടെ മുഴുവൻ ഇപ്പൊ ചുറ്റി നടക്കാണ്. കുട്ടപ്പന് കുറ്റബോധം തോന്നും. കാരണം അവര് ഗ്രാമത്തിലേക്ക് എത്തിയപ്പോ തന്നെ അവിടെയുള്ള ആളുകളില് എന്തൊക്കെയോ ചില സംശയങ്ങള് അവന് തോന്നിയതാണ്. അപ്പൊ സായി അവനിപ്പോ യാമട്ടോ സെൻസയോട് ചോദിക്കും,
ആക്ച്വലി നമ്മുടെ മിഷൻ അവളെ ആ ഒരു ഹിഡൻ വില്ലേജില് എത്തിക്കുക എന്നത് മാത്രമല്ലേ? നമ്മൾ എന്തിനാ വീണ്ടും ആവശ്യമില്ലാതെ അവരുടെ പിന്നാലെ പോകുന്നതെന്ന് ചോദിക്കുമ്പോ അതിന് യാമുട്ടോ മാസ്റ്റർ പറയും, നമ്മുടെ മിഷൻ അവളെ ഗ്രാമത്തിൽ എത്തിക്കുക എന്നത് മാത്രമല്ല, അവൾക്ക് ഒരാപത്തും വരാതെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതുകൂടെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ ജിപ്സ് ഉപയോഗിച്ച് അവളെ കണ്ടുപിടിക്ക്. സായി ഉടനെ അവന്റെ സ്ക്രോൾ എടുത്ത് ഇപ്പൊ വീണ്ടും എലികളെ വരയ്ക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ചുന്ദരനും ചുന്ദരിയും ഏതോ ഒരു സ്ഥലത്ത് ബബിളിലൂടെ അങ്ങനെ പറന്നു നടക്കുകയാണ്. ചുന്ദരി കണ്ണു തുറന്ന്, മാസ്റ്റർ നമ്മളിപ്പോ എവിടെയാണെന്ന് ചോദിക്കുമ്പോ അവൻ അവൾക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണിച്ചു കൊടുക്കും. അത് കണ്ട് അവൾ ഒരുപാട് ഹാപ്പിയാവും. നമ്മളിപ്പോ ഇത്രയും ഹൈറ്റിലാണോ, എനിക്കിത് ഒരുപാട് ഇഷ്ടമായെന്ന് പറയുമ്പോ അവൻ പതിയെ അവളെ സേഫ് ആയിട്ട് ഇപ്പൊ താഴേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കും. ഇവിടെ സേഫ് ആണ്, നിനക്ക് ധൈര്യമായിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങാം. അതിന് ചുന്ദരി പറയും, നിനക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടല്ലേ, എനിക്കറിയാം നിനക്കെന്നെ വിട്ടുപോകാനായിട്ട് കഴിയില്ല. അതിനവൻ ടെൻഷനായിട്ട്, അങ്ങനെയൊന്നുമില്ല, ഞാനും നിന്റെ കയ്യിലുള്ള ആ ഒരു ഫോർബിഡൻ ജിപ്സുവിന് വേണ്ടിയാണ് തിരികെ വന്നത്. അത് വിൽക്കുകയാണെങ്കിൽ ഒരുപാട് കാശ് കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞു. കാശ് എല്ലാവർക്കും ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് അതിനുവേണ്ടി ഞാൻ തിരികെ വന്നത്. അതിന് അവള് പറയും, നീ എന്നെ പറ്റിക്കുകയാണ്, ഒരു വില്ലനെ പോലെ സംസാരിച്ച് എന്നെ നീ അവോയ്ഡ് ചെയ്യാണ്. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമല്ലേ, അതുകൊണ്ട് തന്നെയാണ് നീ എന്നെ രക്ഷിക്കാൻ ഇവിടേക്ക് വന്നത്. അതിന് ചുന്ദരൻ, ഇവൾ ഇങ്ങനെ ഒരു മണ്ടിയാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ തലയ്ക്ക് കൈ കൊടുക്കും. അതിരിക്കട്ടെ, നീ എന്തിനാ നിന്റെ ജീവൻ പോലും പണയപ്പെടുത്തി ഈ ഒരു ഫോർബിഡൻ ജിപ്സു അതിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതിന് അവള് പറയും, ഈ ഫോർബിഡൻ ജിപ്സു അതെന്റെ ഗ്രാൻഡ് പേയുടേതാണ്. അദ്ദേഹം എന്റെ ഗ്രാൻഡ് പ മാത്രമല്ല, മറിച്ച് എന്റെ മാസ്റ്റർ കൂടെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു ഫോർബിഡൻ ജിപ്സു ഉപയോഗിച്ച് ഞങ്ങളുടെ നശിച്ചുപോയ ക്ലാൻ അത് തിരികെ പിടിക്കുക എന്നത്. സോ അപ്പൂപ്പന് വേണ്ടി ഉറപ്പായിട്ടും ഈ ഒരു ഫോർബിഡൻ ജിപ്സ് ഉപയോഗിച്ച് ഞങ്ങളുടെ ക്ലാൻ അത് ഞാൻ തിരിച്ചു പിടിക്കും. അവള് മാസ്റ്റർ എന്ന് പറയുമ്പോ തന്നെ ചുന്ദരന് അവന്റെ മാസ്റ്ററിനെ കുറിച്ച് ഓർമ്മ വരും. അവൻ ഉടനെ ടെൻഷനായിട്ട് അവൻ അവളോട് പറയും, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി, ദയവ് ചെയ്ത് നീ എന്നെ മാസ്റ്ററായി കാണരുത്. അതിനവള് പറയും, നീ ഒരിക്കൽ പോലും എന്റെ ഫീലിങ്സ് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, ഇനിയും അത് വൈകിക്കൂടാന്ന് പറഞ്ഞ് അവൾ അവളുടെ ഡ്രസ്സ് അഴിച്ച് അവളുടെ പുറം ഭാഗം ഇപ്പൊ ചുന്ദരന് കാണിച്ചു കൊടുക്കും. അത് കണ്ട് അവൻ ഒരു സെക്കൻഡ് ഷോക്കായി പോവും. ചുന്ദരൻ ഒരുപാട് വിഷമായി. അവനിപ്പോ പതിയെ കരയാൻ തുടങ്ങും. എങ്കിലും നിന്നോട് അവരിത് എന്തിനു ചെയ്തു? അതിനവള് പറയും, ഇതെന്റെ വിധിയാണ്, ആദ്യമായിട്ടാണ് ഞാനിതൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ലോങ് ഷോട്ടില് അൻബു ബ്ലാക്ക് ഓപ്സിലെ സോൾജിയേഴ്സ് അവിടേക്ക് വരും. അവരെന്തോ ഒരു ജിപ്സ് ഉപയോഗിക്കും. അപ്പൊ ചുന്ദരനാവട്ടെ, അവനിപ്പോ എന്തോ സംശയം തോന്നി അവൻ വീണ്ടും ബബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ അപ്പോഴേക്കും അൻബു ബ്ലാക്ക് ഓപ്സിലെ ഒരു സോൾജിയർ വിളിച്ചു പറയും, ചുന്ദര, നിനക്ക് ഇനിയും ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. അത് കേട്ട് ചുന്ദരൻ അവൻ അവളോട് പറയും, എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ വലിയ അപകടമാണ്. ഉടനെ അൻബു ബ്ലാക്ക് ഓപ്സുകാര് അവര് ചക്ര റോപ്പ് വെച്ച് ഇപ്പൊ അവളെ ലോക്ക് ചെയ്യും. അവര് വീണ്ടും പറയും, നീ മര്യാദയ്ക്ക് കീഴടങ്ങിക്കോ, അല്ലെങ്കിൽ ഇവളെ ഞങ്ങൾ കൊന്നുകളയും. അതിനവൻ കൂളായിട്ട് പറയും, എനിക്ക് യാതൊരു കുഴപ്പമില്ല, അവളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, എന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് ഓടും. അവനെയും ഇപ്പൊ ചക്ര റോപ്പ് ഉപയോഗിച്ച് അവരങ്ങനെ ലോക്ക് ചെയ്യും. ചുന്ദരൻ ഉടനെ ആ ഒരു റോപ്പ് അത് പൊട്ടിക്കാൻ ശ്രമിക്കും. സോൾജിയേഴ്സ് വിടില്ല. അവരതിലേക്ക് ഇപ്പൊ ലൈറ്റ്നിങ് ജിപ്സ് പാസ് ചെയ്യും. അതുകൊണ്ട് ചുന്ദരി ആവട്ടെ, അവൾ അവന്റെ പേര് വിളിച്ച് ഇപ്പൊ അലറിക്കരയും. അപ്പൊ അതിൽ ഒരു സോൾജിയർ പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ ചെയ്താലേ അവനെ തിരികെ ഗ്രാമത്തിലെത്തിക്കാൻ കഴിയുകയുള്ളൂ, നിങ്ങൾക്ക് ഒരു പോറല് പോലും പറ്റില്ല. അതിന് അവള് ചോദിക്കും, എന്തിനാ അവനെ നിങ്ങള് ഇപ്പൊ തിരികെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അവൻ അവന്റെ സ്വന്തം മാസ്റ്ററിനെ തന്നെ കൊന്നുകളഞ്ഞു. അത് കേട്ട് ഇപ്പൊ അവള് ഷോക്കാവും. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ കുട്ടപ്പൻ അവിടേക്ക് ചാടി വീണ് അൻബു ബ്ലാക്ക് ഓപ്സുകളെല്ലാം തന്നെ അടിച്ചു തെറിപ്പിക്കുകയാണ്. കുട്ടപ്പനെ കാണുമ്പോ നമ്മുടെ ചുന്ദരിക്കും ചുന്ദരനും ഒരുപാട് സന്തോഷാവും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.